Dear students, we were discussing module 1 of multimedia. Multimedia first module നമ്മൾ പഠിച്ചത് what is basically multimedia? What is the definition of multimedia? What are the components which are included in multimedia? What is the difference between hypertext and hypermedia? What is a multimedia system? What are the components of a multimedia system? ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിച്ചത്. അതിനുശേഷം വി ഹാവ് സ്റ്റാർട്ടഡ് വാട്ട് ഈസ് മെൻ ബൈ മൾട്ടിമീഡിയ ഹാർഡ്വെയർ. മൾട്ടിമീഡിയ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഹാർഡ്വെയർ കമ്പോണൻസ് മൾട്ടിമീഡിയ പ്രാവർത്തികമാക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടു. ബേസിക്കലി CD-ROM, DVD-ROM, മൈക്രോഫോൺ, സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ സൗണ്ട് കാർഡ്സ്, ഇത്രയാണ് നമ്മൾ കണ്ടത്. നൗ വി വിൽ കണ്ടിന്യൂ വിത്ത് വീഡിയോ ക്യാമറ. അടുത്ത മൾട്ടിമീഡിയ ഹാർഡ്വെയർ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ക്യാമറയാണ്. സോ എ വീഡിയോ ക്യാമറ ഈസ് എ ക്യാമറ യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് മോഷൻ പിക്ചർ അക്വിസിഷൻ. ഇലക്ട്രോണിക്കലി ഒരു മോഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വീഡിയോ ക്യാമറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോ ക്യാമറ ആർ യൂസ്ഡ് പ്രൈമർലി ഇൻ 2 മോഡ്സ്. 2 ഡിഫറെൻറ്റ് മോഡിൽ നമുക്ക് വീഡിയോ ക്യാമറ ഉപയോഗിക്കാം. ഫസ്റ്റ് മോഡ് ഈസ് ലൈവ് ടെലിവിഷൻ. അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈവായിട്ട് ഇത് കാണിക്കുന്നു. ഇപ്പം ലൈവ് റെക്കോർഡിങ് ചെയ്ത് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി വീഡിയോ ക്യാമറാസ് ഉപയോഗിക്കും. നിങ്ങൾക്കറിയാം, സാധാരണ രീതിയിൽ ന്യൂസ് ചാനൽസിൽ ആൾക്കാർ ന്യൂസ് വായിക്കുമ്പോഴും ഒക്കെ ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അന്നേരം തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. അത് റെക്കോർഡ് ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ടില്ല. So in the first mode is live television, where the camera feeds real-time images directly to a screen for immediate observation. ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ലൈവ് റെക്കോർഡിംഗ് ചെയ്ത് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് വീഡിയോ ക്യാമറ കൊണ്ടുള്ള ആദ്യത്തെ ഉപയോഗം. മോസ്റ്റ് ലൈവ് കണക്ഷൻസ് ആർ ഫോർ സെക്യൂരിറ്റി, മിലിറ്ററി, ടാക്ടിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് വെയർ സീക്രട്ട് ഓർ റിമോട്ട് വ്യൂയിങ് ഈസ് റിക്വയർഡ്. അപ്പോൾ സാധാരണ രീതിയിൽ ലൈവ് കണക്ഷൻസ് നമ്മൾ കാണുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം, ലൈവായിട്ട് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി നമുക്ക് ലൈവ് ക്യാമറ വെച്ചിട്ട് അത് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽസ് കാണും, ഉദ്യോഗസ്ഥർ കാണും. അത് മിലിറ്ററിയിൽ എൻ്റർ ചെയ്യുന്ന ആൾക്കാരെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ എയർപോർട്ടിനകത്ത് എൻ്റർ ചെയ്യുന്നവരെ നിരീക്ഷിക്കുക, ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ് നടക്കുന്ന യൂണിറ്റിൽ പല ക്യാമറകൾ വെച്ച് നിരീക്ഷിക്കുക. അങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ ലൈവായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് ലൈവായിട്ട് കാണുന്നു. ഓക്കെ, അതാണ് ലൈവ് മോഡ് എന്ന് പറയുന്നത്. ഇൻ ദ സെക്കൻഡ് മോഡ്, ദ ഇമേജസ് ആർ റെക്കോർഡഡ് ടു സ്റ്റോർ ഇൻ എ സ്റ്റോറേജ് ഡിവൈസ് ഫോർ ആർക്കൈവിംഗ് ഓർ ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഇനി രണ്ടാമത്തെ മോഡിൽ എന്തിനാണ് വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നത്? ആ വീഡിയോ ക്യാമറയ്ക്ക് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്ന ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളുടെ ഇമേജസിനെ റെക്കോർഡ് ചെയ്ത് ഒരു സ്റ്റോറേജ് ഡിവൈസിലേക്ക് സൂക്ഷിക്കുന്നു. അത് ഫ്യൂച്ചർ ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസസ്സിങ് അതെടുത്തിട്ട് ഇനി ഫർദറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. സോ ഫോർ മെനി ഇയേഴ്സ് വീഡിയോ ടേപ്പ് വാസ് ദ പ്രൈമറി ഫോർമാറ്റ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. പഴയ കാലത്ത് വീഡിയോ ടേപ്പുകളിലാണ് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് മാറിപ്പോയി ഡിജിറ്റൽ യുഗത്തിൽ. ദെൻ ഗ്രാജുവലി ഇറ്റ് വാസ് സപ്ലാന്റഡ് ബൈ ഒപ്റ്റിക്കൽ ഡിസ്ക്. ഒപ്റ്റിക്കൽ ഡിസ്കുകളിലേക്ക് ഇത് സ്റ്റോറിംഗ് ആയി, ഹാർഡ് ഡിസ്കുകളിലേക്ക് സ്റ്റോറിംഗ് ആയി. ദെൻ ഫ്ലാഷ് മെമ്മറി ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസുകളിലേക്കെല്ലാം ഈ പറയുന്ന റെക്കോർഡിങ് സൂക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. റെക്കോർഡഡ് വീഡിയോ ഈസ് യൂസ്ഡ് ഫോർ ടെലിവിഷൻ പ്രൊഡക്ഷൻ. ഇനി ടെലിവിഷനിൽ തന്നെ ലൈവ് ന്യൂസുകളല്ലാത്ത പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യും. അപ്പം ഡ്രാമ, അതുപോലെ തന്നെ സീരിയൽസ്, അതിനുള്ള റെക്കോർഡിങ് നമ്മൾ നടത്തുമ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് അത് റെക്കോർഡിങ് എടുക്കുന്നത്. എന്നിട്ട് അത് മിക്സിങ്ങും അതുപോലെയുള്ള മോഡിഫിക്കേഷനും വരുത്തും. ആൻഡ് മോർ ഓഫൺ സർവൈലൻസ് ആൻഡ് മോണിറ്ററിംഗ് ടാസ്ക് ഈസ് ഇൻ വിച്ച് അൺഅറ്റൻഡഡ് റെക്കോർഡിംഗ് ഓഫ് എ സിറ്റുവേഷൻ ഈസ് റിക്വയർഡ് ഫോർ ലാറ്റർ അനാലിസിസ്. ഇനി സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അന്നേരം തന്നെ ഈ ലൈവായിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കിയില്ലെങ്കിൽ ചില കേസസിൽ എങ്ങനെ സർവൈലൻസ് ക്യാമറയിൽ കൂടെ ഈ റെക്കോർഡിങ് സൂക്ഷിക്കപ്പെടും. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിലെ ഇന്ന സമയത്ത് എന്താണ് നടന്നതെന്ന് നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ഭാഗത്തു നിന്ന് നോക്കി കാണാം. അങ്ങനെ 2 മോഡിൽ നമുക്ക്
ഉപയോഗിക്കാൻ ഒക്കും. ഓക്കെ, വീഡിയോ ക്യാമറാസ്. Now, modern video cameras have numerous designs and use. ഇനി നമ്മൾ നോക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള ക്യാമറയാണ് ഇപ്പം മോഡേൺ ഡേയിൽ മൾട്ടിമീഡിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രൊഫഷണൽ വീഡിയോ ക്യാമറാസ് സച്ച് ആസ് ദോസ് യൂസ്ഡ് ഇൻ ടെലിവിഷൻ പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെലിവിഷൻ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരം ക്യാമറാസ് ഉണ്ട്. ലൈവ് റെക്കോർഡിങ്ങും അതുപോലെ സ്റ്റോറേജിനും വേണ്ടുന്ന പ്രൊഫഷണൽ വീഡിയോ ക്യാമറാസ് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് മൾട്ടിപ്പിൾ വീഡിയോസ്, അതായത് ഇമേജസ്, സ്റ്റില്ല്, സൗണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് മാറ്റാനൊക്കും. ഇനി രണ്ടാമത്തെ വീഡിയോ ക്യാമറ ടൈപ്പ് ക്യാം കോഡേഴ്സ് എന്നാണ് പറയുന്നത്. ക്യാം കോഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻ എ ക്യാമറ ആൻഡ് എ വീഡിയോ കാസറ്റ് റെക്കോർഡർ ഓർ അതർ റെക്കോർഡിംഗ് ഡിവൈസ് ഇൻ വൺ യൂണിറ്റ്. അതായത് സ്റ്റോറേജിന് വേണ്ടുന്ന ഒരു സ്ഥലവും കൂടി ഉള്ള ഒരു ചെറിയ ഒരു ക്യാം എന്ന് പണ്ട് നമ്മൾ പറയും, ഇപ്പോൾ അത് കുറഞ്ഞു വരിക. ഇപ്പോൾ ക്യാം ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഏതാനും 10 വർഷം മുമ്പ് വരെ കണ്ടു കാണും. ഓക്കെ, സോ റെക്കോർഡിംഗ് ഈസ് ഡൺ ഇൻ എ റെക്കോർഡിംഗ് ഡിവൈസ്. ദീസ് ആർ മൊബൈൽ. നമുക്ക് പിന്നെ വീഡിയോ ടെലിവിഷൻ ക്യാമറ നമ്മൾ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാം കോഡർ നമുക്ക് നീങ്ങിക്കൊണ്ടുപോകാം. നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ വീഡിയോസ് എടുക്കുന്നതൊക്കെ, കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന ടൈപ്പിലുള്ള ക്യാമറാസ് മൂവബിൾ. ദേ ആർ മൊബൈൽ, മൂവബിൾ ആണ്, ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ ടെലിവിഷൻ പ്രൊഡക്ഷൻ, ഹോം മൂവീസ്, ഇലക്ട്രോണിക് ന്യൂസ് ഗ്യാതറിംഗ് എല്ലാം. ഇപ്പോൾ പലപ്പോഴും ന്യൂസ് നടക്കുന്ന സൈറ്റിൽ, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സൈറ്റിലൊക്കെ ഈ ന്യൂസ് ചാനലിൻ്റെ ക്യാമറകൾ ഇതുപോലുള്ള ക്യാം കോഡർ ടൈപ്പാണ് കൊണ്ടുപോകുന്നത്, ഫിക്സഡ് അല്ല. ന്യൂസ് റീഡിങ്ങിന് ഉപയോഗിക്കുന്നത് വേറൊരു ടൈപ്പ്. ഇനി അടുത്തത് മൂന്നാമത്തത് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ഓർ CCTV. CCTV എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. അതും ബേസിക്കലി ഒരു വീഡിയോ ക്യാമറയുടെ ടൈപ്പാണ്. ജനറലി യൂസസ് പാൻ ടിൽറ്റ് സൂം ക്യാമറാസ്. അത് ഒരു ക്യാമറയുടെ ഒരു ടെക്നോളജിക്കൽ നെയിമാണ് PTZ ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ സെക്യൂരിറ്റി, സർവൈലൻസ് ആൻഡ് മോണിറ്ററിങ് പർപ്പസ്. പലപ്പോഴും സെക്യൂരിറ്റി അതുപോലെ തന്നെ സർവൈലൻസും മോണിറ്ററിങ് പർപ്പസസ്, അതായത് രഹസ്യ സ്വഭാവമുള്ള പിന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന CCTV ക്യാമറ, ഓഫീസുകളിൽ, ഇതെല്ലാം സർവൈലൻസിൻ്റെ ഭാഗമായിട്ടും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറാസാണ്. സച്ച് ക്യാമറാസ് ആർ ഡിസൈൻഡ് ടു ബി സ്മോൾ, ഈസിലി ഹിഡൻ ആൻഡ് ഏബിൾ ടു ഓപ്പറേറ്റ് അൺഅറ്റൻഡഡ്. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ മുന്നിൽ നിന്ന് പിന്നെ ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതായത് ക്യാം കോഡർ ആയാലും പ്രൊഫഷണൽ ക്യാമറകളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആൾ അത് പിടിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷേ ഈ പറയുന്ന CCTV ക്യാമറ ഒരിടത്ത് ഫിക്സ് ചെയ്ത ആളുകളുടെ സഹായം ഇല്ലാതെ തന്നെ ആ റെക്കോർഡിങ് അവിടെ നടക്കും. ഓക്കെ, അത് സ്മോളാണ്, പലപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു CCTV ക്യാമറ ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാതെ ചെറിയ രൂപത്തിലുള്ള ക്യാമറാസ് ഉണ്ട്. ഇനി നാലാമത്തെ വീഡിയോ ക്യാമറ എന്ന് പറഞ്ഞാൽ വെബ് ക്യാംസ് ആണ്. എന്താണ് വെബ് ക്യാം? വെബ് ക്യാംസ് ആർ വീഡിയോ ക്യാമറാസ് ദാറ്റ് സ്ട്രീം എ ലൈവ് വീഡിയോ ഫീഡ് ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന ക്യാമറകളാണ് വെബ് ക്യാമറാസ്, അതൊരു വെബ് ക്യാം എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലും എല്ലാം ചെറിയ രീതിയിലുള്ള വെബ് ക്യാംസ് ഉണ്ട്. മെനി സ്മാർട്ട് ഫോൺസ് ഈവൺ ഹാവ് ബിൽറ്റ് ഇൻ വീഡിയോ ക്യാമറാസ് ആൻഡ് ഈവൺ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസ് ക്യാൻ ക്യാപ്ചർ വീഡിയോ അപ് ടു 4K റെസൊല്യൂഷൻ. ഇപ്പോൾ 4K റെസൊല്യൂഷൻ എന്ന് പറയുന്ന വലിയ ഒരു ക്വാളിറ്റി റെസൊല്യൂഷനിലുള്ള വീഡിയോ പോലും റെക്കോർഡ് ചെയ്യാൻ ഇപ്പോഴത്തെ മൊബൈലിന് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബിൽറ്റ് ഇൻ വെബ് ക്യാംസ് അതിനകത്തുണ്ട്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാമറ സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ചില ചിത്രങ്ങൾ, മൂവിങ് പിക്ചേഴ്സ് എടുക്കണം, അതിന് വീഡിയോ ക്യാമറാസ് ഉപയോഗിക്കും. അത് സാധാരണ എവിടെ ഉപയോഗിക്കുന്നത്? ഓൺ ബോർഡ് ഓഫ് എ സാറ്റലൈറ്റ് ഓർ എ സ്പേസ് പ്രോബ്. സ്പേസ് വെഹിക്കിളിൻ്റെയും സാറ്റലൈറ്റിന് അകത്തും എല്ലാം ധാരാളമായിട്ട് വീഡിയോ ക്യാമറാസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, എർത്തിൻ്റെ ചിത്രം ആകാശത്ത് നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ എടുക്കുന്ന ലൈവ് റെക്കോർഡിങ് നടത്തുന്ന ക്യാമറാസൊക്കെ ഹൈ റെസൊല്യൂഷനാണ്. അതും വീഡിയോ ക്യാമറാസാണ്. ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക് റിസർച്ച്, മെഡിക്കൽ പർപ്പസസ്, ഇതിനെല്ലാം ഉപയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതുപോലെ തന്നെ റോബോട്ടിക്, ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള പിന്നെ റെക്കോർഡിംഗ് ആണ്. ആളുകളുടെ സഹായം ഇല്ലാതെ തന്നെ ഈ ക്യാമറാസ് ചെയ്യുന്നത്. സച്ച് ക്യാമറാസ് ആർ ഓഫൺ ട്യൂൺഡ് ഫോർ നോൺ വിസിബിൾ റേഡിയേഷൻ, ഫോർ ഇൻഫ്രാറെഡ്, ഫോർ നൈറ്റ് വിഷൻ ആൻഡ് ഹീറ്റ് സെൻസിങ്, ഓർ എക്സ്റേ ഫോർ മെഡിക്കൽ ആൻഡ് വീഡിയോ ആസ്ട്രോണമി യൂസ്. ഇനി പലപ്പോഴും ഈ മോഡേൺ ഡേ സയൻറ്റിഫിക് ക്യാമറാസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് നോൺ വിസിബിൾ ആയിട്ടുള്ള ഇൻഫ്രാറെഡ് പിന്നെ
രശ്മികൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എക്സ്റേ രശ്മികൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന എക്സ്റേ റെക്കോർഡിംഗ് ഉപയോഗിക്കുന്ന ക്യാമറാസ് വരെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ പിന്നെ ക്രിക്കറ്റൊക്കെ നടക്കുന്ന സമയത്ത് എക്സ്റേ വിഷൻ ക്യാമറ ഉപയോഗിച്ച് ഈ ടച്ച് ബാറ്റും ബോളുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ള വീഡിയോ ക്യാമറാസ്, അത് സ്പെഷ്യൽ ക്യാമറ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് പാത്ത് ഓഫ് ദ ബോള്, അതുപോലെ തന്നെ എഡ്ജ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെയൊക്കെ എക്സ്റേ ടൈപ്പ് റെക്കോർഡിങ് ചെയ്യാവുന്നത് മെഡിക്കൽ പർപ്പസിനും ആസ്ട്രോണമിക്കൽ പർപ്പസിനും ഒക്കെ ആകാശത്തു നിന്നുള്ള ചിത്രങ്ങൾ എടുക്കാനെല്ലാം ഉപയോഗിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള വീഡിയോ ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന് ഉപരി മൾട്ടിപ്പിൾ മീഡിയാസിനെ റെക്കോർഡ് ചെയ്യാൻ കഴിവുള്ളത്. ഓക്കെ, ഇനി അടുത്ത മൾട്ടിമീഡിയ ഹാർഡ്വെയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MIDI, MIDI ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. MIDI എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓർ ആൻ അക്രോണിം ഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ്. പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് 1 മാർക്കിന് എക്സ്പാൻഡ് MIDI, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അത് ഒരു ടെക്നോളജി ടേം ആണ് കമ്പ്യൂട്ടർ സയൻസിൽ. It is a technological standard that describes a communication protocol, digital interface, and an electrical connector that connect a wide variety of musical instruments, computers, and related audio devices for playing, editing, and recording music. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നല്ല കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പിലുള്ള പോർട്ടുകളുണ്ട്. ഈ സ്പെഷ്യൽ തരത്തിലുള്ള പോർട്ടുകളെ MIDI പോർട്ട് എന്നാണ് പറയുന്നത്. MIDI പോർട്ട്. എന്താണ് അവിടെ കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പിന്നെ ഗിറ്റാർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പിയാനോസ്, അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന പോർട്ടുകളാണ് MIDI പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി MIDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾക്കാണ് റെഫർ ചെയ്യുന്നത്. ഒന്ന്, അവിടെ ഒബേ ചെയ്യേണ്ടുന്ന ഒരു പ്രോട്ടോകോൾ, ഒരു നിയമാവലിയുണ്ട്. ഈ തരത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കടന്നു വരുമ്പോൾ ഒബേ ചെയ്യപ്പെടേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് MIDI പ്രോട്ടോകോൾ ഉപയോഗിച്ച്. ഇനി അവിടെ ഒരു ഇൻ്റർഫേസ് വേണം. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ കാണുന്ന ആ പോർട്ടിൻ്റെ അവിടെ ഒരു വിശദീകരണം വേണം. ഓക്കെ, അവിടെ ഒരു ഇൻ്റർഫേസ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ആ പോർട്ട് ഫിസിക്കലാണ്, അത് ഇലക്ട്രിക്കൽ കണക്ടർ ഉപയോഗിച്ചാണ്. ആ ഇലക്ട്രിക്കൽ കണക്ടറുള്ള പോർട്ട് യഥാർത്ഥത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഡിജിറ്റൽ ഇൻ്റർഫേസ് MIDI എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ MIDI സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോകോളിനെ കുറിച്ചും ഇൻ്റർഫേസിനെ കുറിച്ചും കണക്ടർ എങ്ങനെ നിർമ്മിക്കണമെന്നൊക്കെ ഉള്ളത് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആത്യന്തികമായിട്ട് MIDI എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കമ്പ്യൂട്ടേഴ്സുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പോർട്ടും ഒരു പ്രോട്ടോക്കോളും ഒരു ഇൻ്റർഫേസും ആണ്. ഓക്കെ, ഇനി പലപ്പോഴും നമുക്ക് റിലേറ്റഡ് ഓഡിയോ ഡിവൈസ് ഫോർ പ്ലേയിങ്, എഡിറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് മ്യൂസിക് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഈ പോർട്ട് വഴി കിട്ടുന്ന മ്യൂസിക്കൽ സിഗ്നൽസിനെ നമുക്ക് ഫർദറായിട്ട് ചെയ്യാനൊക്കും. ഇനി എ സിംഗിൾ MIDI ലിങ്ക് ത്രൂ എ MIDI കേബിൾ ക്യാൻ ക്യാരി അപ് ടു 16 ചാനൽസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു MIDI ഇൻ്റർഫേസ് വഴി നമുക്ക് 16 ഡിഫറെൻറ്റ് ചാനൽസ് കണക്ട് ചെയ്യാനൊക്കും. ഓക്കെ, ഈച്ച് ഓഫ് വിച്ച് ക്യാൻ ബി റൂട്ടഡ് ടു സെപ്പറേറ്റ് ഡിവൈസ് ഓർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ MIDIയുടെ ആ പോർട്ടിൻ്റെ അവിടെ ഒരു കണക്ടർ ഉപയോഗിച്ച് 16 ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആ പോർട്ട് വഴി നമുക്ക് സെൻഡ് ചെയ്യുകയും ഈ 16 ഇൻസ്ട്രുമെൻറ്റ്സും വ്യത്യസ്തമായ ചാനൽ വഴി ഡാറ്റകൾ കമ്പ്യൂട്ടറിലേക്ക് പോവുകയും കമ്പ്യൂട്ടറിന് അത് 16 ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കി 16 എണ്ണത്തെ 16 രീതിയിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കഴിവ് ഒരു സിംഗിൾ MIDI ലിങ്കിൽ ഉണ്ട്. ഓക്കെ, ദിസ് കുഡ് ബി 16 ഡിഫറെൻറ്റ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ പലപ്പോഴും MIDI ഇൻ്റർഫേസ് വഴി 16 ഡിഫറെൻറ്റ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ സാധാരണ MIDI പോർട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മ്യൂസിക്കൽ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റുഡിയോകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവിടുത്തെ കമ്പ്യൂട്ടറുകളിൽ പിന്നെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ MIDI ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി മൾട്ടിമീഡിയ സാധ്യമാക്കാൻ വേണ്ടുന്ന ഹാർഡ്വെയർ. അതായത് CDs പലപ്പോഴും വേണ്ടി വരും, DVDs വേണ്ടി വരും, സ്പീക്കേഴ്സ് വേണം, മൈക്രോഫോൺ വേണം, സൗണ്ട് കാർഡ് വേണം, വീഡിയോ കാർഡ് വേണം, വീഡിയോ ക്യാമറാസ് വേണം, MIDI ഇൻ്റർഫേസസ് വേണം, പോർട്ടുകൾ വേണം. ഇങ്ങനെ ഇതെല്ലാം കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മൾട്ടിമീഡിയ
സ്റ്റോർ ചെയ്യാൻ ഒക്കും. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയയെ മെർജ് ചെയ്തിട്ട് ഒരു പ്രത്യേക പിന്നെ ഒരു പ്രസൻറ്റേഷനോ ഒരു ഫയലാക്കി കൺവേർട്ട് ചെയ്യാൻ ഒക്കെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടുന്നത്. എക്സ്പ്ലെയിൻ ദ മൾട്ടിമീഡിയ ഹാർഡ്വെയർ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതേണ്ടതായിട്ടുണ്ട്.